കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർ.കെ. നാരായണനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ടൈഗർ ഫോർ മാൽഗുഡി ആർ.കെ. നാരായണന്റെ ഒരു വർക്കാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ.കെ. നാരായണന്റെ പല വർക്കിലും മാൽഗുഡി എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ടൗൺ കാണാമെന്ന്. എ ടൈഗർ ഫോർ മാൽഗുഡി, മാൽഗുഡിക്ക് വേണ്ടിയിട്ട് ഒരു ടൈഗർ, അല്ലെങ്കിൽ മാൽഗുഡിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ടൈഗർ, അല്ലേ? അപ്പം ഈ ഒരു ടൈറ്റിൽ എന്തുകൊണ്ട് ആപ്റ്റ് ആവും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു വർക്ക് 4 സ്റ്റേജിലായിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഞാൻ ഏകദേശം ഒരു ചുരുക്കം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ 4 സ്റ്റേജിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ സ്റ്റേജ് 1 എന്താന്ന് വെച്ചാൽ, ഈ ഒരു ടൈഗർ, നമ്മുടെ കഥയിലെ നായകൻ എന്ന് പറയുന്നത് രാജ എന്ന് പറയുന്ന ഒരു ടൈഗറാണ്. സോ ഈ ടൈഗർ സൂയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ പഴയ കാലത്തെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. താൻ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇവൻ ആലോചിക്കുകയാണ്. ഇവൻ മെമ്പി ഹിൽസിനടുത്തുള്ള ഒരു ഫോറസ്റ്റിലായിരുന്നു ഇവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അമ്മയോടൊപ്പം ഒത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് കേവിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം ഫുഡ് എന്നൊക്കെ പറയുന്നത് അമ്മ കൊണ്ട് കൊടുക്കും ഫുഡ്. അതുകൊണ്ട് തന്നെ ഇവനിക്ക് കേവിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടുള്ള ആവശ്യമൊന്നുമില്ല. പക്ഷെ പിന്നീട് എല്ലാവരെയും പോലെ അമ്മ മരണപ്പെട്ടപ്പോഴത്തേക്ക് കേവിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടുള്ള ഒരു സാഹചര്യം വരികയുണ്ടായി. അങ്ങനെ കേവിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായി തന്നെ ഭക്ഷണം കണ്ടെത്താനുള്ള ഒരു ഇത് വരികയുണ്ട്. അതായത് സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഭക്ഷണം കണ്ടെത്താൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ റിയലൈസ് ചെയ്യുകയാണ് കിങ് ഓഫ് ദി ഫോറസ്റ്റ്, അവനാണ് കാട്ടിലെ രാജാവ് എന്ന്. അങ്ങനെ കുറച്ചു നാളും വേട്ടയാടിയും അവന് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ കണ്ടെത്തിയൊക്കെ അങ്ങനെ ആ ഒരു കാട്ടിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ടൈഗ്രസിനെ കണ്ടെത്തുന്നുണ്ട്. ടൈഗ്രസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടൈഗർ. ഒരു ഫീമെയിൽ ടൈഗറിനെ കണ്ടെത്തുമ്പോഴത്തേക്ക് ഇവര് കണ്ടെത്തിയിട്ട് ഇവർ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു ഫൈറ്റിലാണ് തുടങ്ങുന്നത്. അങ്ങനെ ആ ഒരു ഫൈറ്റിൽ അടികൂടിയിട്ട് വരുമ്പോഴത്തേക്ക് രാജയ്ക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു ഫീമെയിൽ ടൈഗറും രാജയെ പോലുള്ള ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ അത്രയും ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ മനസ്സിലായിട്ട് മെല്ലെ ഇവർ തമ്മിൽ, നമ്മുടെ രാജയും ഫീമെയിൽ ടൈഗറും തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. അങ്ങനെ പ്രണയത്തിലായിട്ട് ഇവർ കല്യാണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം 4 കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, 4 കപ്സ്. സോ അവരവരുടെ ജീവിതം ഹാപ്പിലി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒരു ദിവസമുണ്ട്, കാട്ടിലെ ഹണ്ടേഴ്സ് വരുന്നുണ്ട്, ഹ്യൂമൻ ആയിട്ടുള്ള. അങ്ങനെ ഹ്യൂമൻസ് വന്നതിന് ശേഷം നമ്മുടെ രാജയുടെ ഈ ഒരു ഫീമെയിൽ ടൈഗറിനെയും 4 കപ്സിനെയും കൊല്ലുന്നു. സോ ഇത് കണ്ടിട്ട് വല്ലാത്തൊരു രീതിയിലായ രാജ വല്ലാത്ത അസ്വസ്ഥയാവുന്നുണ്ട്, സങ്കടത്തിലാവുന്നുണ്ട്, അവന് ദേഷ്യം വരുന്നുണ്ട്, അവൻ ആംഗ്രി ആവുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവനിക്ക് ഹ്യൂമൻസിനോട് തന്നെ ഫുള്ള് വെറുപ്പാവുന്നുണ്ട്. വല്ലാത്തൊരു റിവെഞ്ച് എടുക്കണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ രാജ ഭയങ്കര രീതിയിലുള്ള വയലൻസ് ആവുകയും വില്ലേജിലേക്ക് ഇറങ്ങുകയും വില്ലേജിൽ നിന്ന് തന്നെ ഷീപ്പ്, അതെനിക്ക് അതിന് കൃഷികള്, അങ്ങനെ മാക്സിമം കാര്യങ്ങൾ നശിപ്പിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അവന്റെ പവർ വില്ലേജിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു സ്റ്റേജ് 1 പറയുന്നത്. സ്റ്റേജ് 2 ഈ ഒരു ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്ക് ആളുകൾ പരാതിയും പല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളാണ് അവിടെ ഒരു സർക്കസ് നടത്തുന്ന ഒരാളാണ് ഈ ഒരു വില്ലേജിൽ. അങ്ങനെ പല ശക്തികളുടെയും ഇതോടുകൂടി രാജയെ പിടിക്കുകയും പിന്നീട് ഈ ഒരു ക്യാപ്റ്റനാണ് രാജയെ ഏറ്റെടുക്കുകയും ഈ ഒരു സർക്കസിനായിട്ട് കൊണ്ടുവരികയും ചെയ്തത്. ശരിക്കും അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജയെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക, അദ്ദേഹത്തിന്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടും അവരുടെ സർക്കസ് വളരാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് ക്യാപ്റ്റന്റെ ലക്ഷ്യം. അങ്ങനെ രാജയെ കൊണ്ടുവരുന്നു, മെല്ലെ മെല്ലെ ട്രെയിനിങ് കൊടുക്കുന്നു രാജയ്ക്ക് സർക്കസിന് വേണ്ടിയിട്ടുള്ള. അതായത് ഫയറിന്റെ കൂടെ ചാടുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള സർക്കസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ടൈഗറും ആനിമൽസും ഒക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് രാജയ്ക്കൊന്നും അറിയത്തില്ല. രാജ സാധാ ഒരു ടൈഗർ ആണല്ലോ. അപ്പൊ ഈ ഒരു ടൈഗറിനെ ട്രെയിൻ ചെയ്താണ് ഒരു പവർഫുൾ ആയിട്ടുള്ള സർക്കസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എതപ്പെടുത്തി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ ട്രെയിനിങ് നിരസിച്ചാൽ തന്നെ
അങ്ങനെയുള്ള തരത്തിലുള്ള ക്രൂവൽറ്റീസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം രാജയെ ഭയങ്കര രീതിയിൽ അയാള് ആക്രമിക്കുന്നുണ്ട്. ഭയങ്കര രീതിയില് അതായത് ഫുഡൊന്നും കൊടുക്കാതെയും അതേകണക്കിന് അടിച്ചിട്ടും അങ്ങനെ പല രീതിയിലാണ് ടൈഗറിന് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ ഇതെല്ലാം കണ്ട് നിന്ന രാജ ഒരു ദിവസം മിൽക്ക് അതായത് ആടിന്റെ മിൽക്ക് കുടിക്കുന്ന ഒരു പെർഫോമൻസ് അവിടെ ക്യാപ്റ്റൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജംബോ സർക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജംബോ ആണോ ജൂബിലി ആണോ എന്തോ അങ്ങനെ ഒരു പ്രോഗ്രാം ഇയാൾ കൊണ്ടുവരുന്നുണ്ട് ക്യാപ്റ്റൻ. അതിനുശേഷം ആ ഒരു പ്രോഗ്രാമില് ഈ ഒരു പരിപാടി വെക്കുന്നുണ്ട്. അതായത് ഗോട്ടിന്റെ മിൽക്ക് ടൈഗർ കുടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജൂബിലി ഷോ ആണ്. അപ്പൊ ഈ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈഗർ ആണെങ്കിൽ സഹകെട്ടിട്ട് ഈ ഒരു ഗോട്ടിനെ പിടിച്ച് കടിച്ച് കഴിക്കും, കിൽ ചെയ്യും. സോ അങ്ങനെ പിന്നീട് രാജയെ വീണ്ടും എന്ത് ചെയ്യും? രാജയെ വീണ്ടും സർക്കസുകാരൻ കൊണ്ടുപോയിട്ട് 2-3 ദിവസം പട്ടിണിയിടുകയും അവന് വിശപ്പ് കൊണ്ട് അവൻ ഭയങ്കരമായിട്ട് കരയുകയെല്ലാം ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് രാജയെ വീണ്ടും ഒരു ഫിലിം ഓണർക്ക് വെക്കും. അതായത് ഒരു ഫിലിം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാള് ഈ ഒരു സർക്കസുകാരനായിട്ടുള്ള ക്യാപ്റ്റന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ടൈഗറിനെ ആ ഒരു ഫിലിമുകാരന് കൈമാറും. പിന്നീട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ടാണ് രാജ അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫിലിം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു സംഭവങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും വീണ്ടും ഈ ഒരു ടൈഗറിനെ ഇൻഹ്യൂമൻ എന്ന വേർഡ് തന്നെ അവർ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അതായത് മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പണിയെടുപ്പിക്കുക, അടിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇവനെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജേനെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടൈഗറിനെ കൊണ്ടിട്ട് ഇലക്ട്രിക് ഷോക്കൊക്കെ അടുപ്പിക്കുകയാണ്. അതായത് ക്യാപ്റ്റനും അതുപോലെ തന്നെ ഈ ഒരു ഫിലിമിന്റെ ഡയറക്ടറും പിന്നെ ക്യാപ്റ്റന്റെ ഒരു വൈഫുണ്ട്, ഒരു ക്യാരക്ടർ. അവരുടെ പേര് റീത്ത എന്നാണ്. അപ്പൊ ഈ റീതയൊക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, ടൈഗറിന് ഇലക്ട്രിക് ഷോക്ക് അടുപ്പിക്കാം എന്നൊക്കെ പറയുന്നത്, ക്യാപ്റ്റനോട് പറയുന്നത് ഈ ഒരു റീത എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ വൈഫൊക്കെയാണ്. കാരണം അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷോക്ക് അടുപ്പിക്കുന്നുണ്ട്. സോ ഇതെല്ലാം സഹിച്ചിട്ടും നമ്മുടെ ടൈഗർ അവിടെ നിൽപ്പുണ്ട്. ഏറ്റവും അവസാനം സഹികെട്ട് വന്നപ്പോഴത്തേക്ക് ക്യാപ്റ്റന്റെ തല ടൈഗർ കടിച്ചെടുക്കുകയും പിന്നീട് അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ടൈഗർ പോയിട്ട് മാൽഗുഡി എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. സോ ഈ ഒരു വയലൻസും കാര്യങ്ങളും എല്ലാം മടുത്തിട്ടാണ് നമ്മുടെ ടൈഗർ മാൽഗുഡി എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് പോകുന്നത്. സോ ഒരു ടൗണിൽ ഇങ്ങനെ വെറും ഒരു അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് മാൽഗുഡി എന്ന ടൗണിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മാൽഗുഡി എന്ന് പറയുന്ന ഒരു ടൗണില് ഇതുപോലെ ടൈഗർ നടന്നു പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ ഹ്യൂമൻസിന്റെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ടൈഗർ നേരെ കയറി ചെല്ലുന്നത് ഒരു ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്കാണ്. ഒരു സ്കൂളിലുള്ള ഒരു ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക്. സോ ഈ സ്കൂളിലെ കുട്ടികൾ ഇവരൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ രാജ്യം കാണുമ്പോഴത്തേക്ക് തന്നെ ശരിയല്ലേ, ടൈഗറിനെ കാണുമ്പോൾ നമുക്ക് എന്തായാലും പേടി വരില്ലേ? അങ്ങനെ ഇവരൊക്കെ തന്നെ പേടി വരുന്നു. ഇവർക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ഈ ഒരു ടൈഗറിനെ ഡീൽ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ആളുകൾ വന്നിട്ട് ടൈഗറിനെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്, ഹണ്ടറൊക്കെ വന്നിട്ട്. പക്ഷേ അതിനെല്ലാം പ്രിവെന്റ് ചെയ്തുകൊണ്ട് മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് നമ്മുടെ ടൈഗറുമായിട്ട് വളരെ സമാധാനപരമായിട്ട് വരുമ്പോഴത്തേക്ക് ഈ മാസ്റ്ററിന് ടൈഗറിന് ഇഷ്ടമാവുകയും അതേകണക്ക് തന്നെ ടൈഗർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മാസ്റ്ററിന് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. കാരണം ഈ മാസ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടറും ഗാന്ധിജി എന്ന ക്യാരക്ടറുമായിട്ട് നല്ല രീതിയിൽ സാമ്യമുണ്ട്. ഗാന്ധിജി എന്ന ക്യാരക്ടർ അല്ല, ഗാന്ധിജിയുമായിട്ട്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴാണ് ആർക്കെന്നറിയാം ഈ വർക്ക് പുറത്തിറങ്ങുന്നത്. സോ അന്ന് ഗാന്ധിജി എന്താ ചെയ്തത്? എല്ലാ പീസ്, സമാധാനം, നോൺ വയലൻസ് ഒക്കെയാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ ഒരു ക്യാരക്ടറാണ് ഇവിടെ മാസ്റ്റർ. മാസ്റ്റർ മാക്സിമം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് മുൻഗണന നൽകുന്നത്. അങ്ങനെ ഈ ഒരു ടൈഗറിനും മാസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ചയില് സത്യത്തിൽ നമ്മുടെ രാജാവ് ടൈഗറിന് ഇപ്പൊ വേണ്ടത്
ഒരു നോൺ വയലൻസ് ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് നമ്മുടെ ടൈഗറിന് വേണ്ടത്. അങ്ങനെ ഇത് മാസ്റ്ററിന് മനസ്സിലാവുകയും പിന്നീട് മാസ്റ്ററും ടൈഗറും കൂടി വീണ്ടും ഒരു മലമുകളിലേക്ക് പോവുകയും മെമ്പി റേഞ്ചിലേക്ക് പോവുകയും അവിടെ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മാസ്റ്ററിന്റെ ഭാര്യ വരുന്നുണ്ട്. മാസ്റ്ററിന്റെ ഭാര്യ വന്നിട്ട് നിങ്ങൾ തിരിച്ചു വരണം, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ്, അതായത് സ്വാമിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ളൊരു തേജസ് എന്നൊക്കെ പറയാമല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ സ്പിരിച്വലായിട്ട് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിന്റെ ഭാര്യ വരുന്നുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മാസ്റ്ററെ നിരസിക്കുകയും ഇനി എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ പാത എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്റർ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാള് മാസ്റ്ററും ടൈഗറുമായിട്ട് സമാധാനപരമായിട്ട് ആ ഒരു സമയത്ത് അവിടെ ജീവിക്കുന്നുണ്ട്. പിന്നീട് മാസ്റ്ററിന് വയസ്സായി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടൈഗറിന് വയസ്സായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാസ്റ്റർ ടൈഗറിന്റെ അടുത്ത് പറയും, നിനക്കിപ്പോൾ വയസ്സായി വരുന്നുണ്ട്, എനിക്കും വയസ്സായി വരുന്നുണ്ട്. അപ്പൊ വയസ്സായി വരുന്നതിനനുസരിച്ചിട്ട് കിങ് ആയിരുന്നു ടൈഗർ, കിങ് ഓഫ് ദി ഫോറസ്റ്റ് ആയിരുന്നു, ഫോറസ്റ്റിലെ രാജാവൊക്കെ ആയിരുന്നുണ്ടെങ്കിലും ഇപ്പൊ അവന്റെ ശക്തിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അവർക്ക് ഹണ്ട് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള ആരോഗ്യം എല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നീ ഇനി ഒരു സൂവിൽ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. കാരണം സൂവിൽ പോവുകയാണെങ്കിൽ സൂവിൽ ഒരുപാട് കുട്ടികൾ വരും. ആ ഒരു കുട്ടികൾക്കൊക്കെ നിന്നെ കാണുമ്പോൾ സന്തോഷമാവും അല്ലേ. നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ആനിമൽസിനെ കാണുമ്പോഴത്തേക്കൊക്കെ സന്തോഷമാവത്തില്ലേ, അവർക്കൊക്കെ ഒരു സന്തോഷം ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ സൂവിൽ പോകുമ്പോഴത്തേക്ക് നമുക്കും ആനിമൽസിനെ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം കൗതുകം തോന്നും. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നിനക്ക് കഴിയും, അല്ലെ മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് നീ സൂവില് പോകണം, അവിടെ ആകുമ്പോൾ നിനക്ക് ഫുഡും ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാസ്റ്റർ തന്നെയാണ് സെൽഫ് റിയലൈസേഷൻ, ടൈഗറിന് സെൽഫ് റിയലൈസേഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടേക്ക് പറഞ്ഞു വിടുന്നത്, സൂവിലേക്ക് പറഞ്ഞു വിടുന്നത്. പിന്നീട് ടൈഗർ ആ ഒരു കാലഘട്ടം മുഴുവൻ സൂവില് ഫുഡും കഴിച്ച് വളരെ സമാധാനപരമായിട്ട് ജീവിക്കുന്നുണ്ട്. മാസ്റ്റർ ആണെങ്കിൽ അവിടെയും ജീവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്ന ഒരു സംഭവം. സോ ഇത്രയേ ഉള്ളൂ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറഞ്ഞാൽ. 4 സ്റ്റേജിലായിട്ടാണ് ഈ കഥ പറയുന്നത്. ഓരോ സ്റ്റേജിലും എന്തൊക്കെയായിരുന്നു നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ബൈ.